ഹാപ്പി ആനിവേഴ്സറി പൊന്നൂസേ. താങ്ക് യു. അതെ, ഇന്ന് നമ്മുടെ റിലേഷൻ ഒഫീഷ്യലി സ്റ്റാർട്ട് ചെയ്തിട്ട് 4 വർഷമാവുന്നു. അതായത് നമ്മുടെ വെഡ്ഡിങ് ആനിവേഴ്സറിയാണ് ഇന്ന്. ഇപ്പോൾ കുറച്ചായി നമ്മുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയാലും ബർത്ത്ഡേ ആയിക്കഴിഞ്ഞാലും എന്തൊക്കെ സ്പെഷ്യൽ ഡേയ്സ് ആണെങ്കിലും ഇതുപോലെ ഒരു വീഡിയോ കോളിൻ്റെ അപ്പുറം ഇപ്പുറം നിന്ന് വിഷ് ചെയ്യാറാണ്. ഈ ഒരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആയതുകൊണ്ട് തന്നെ ഏട്ടനെ എല്ലാ ഫങ്ഷനും എല്ലാ കാര്യത്തിലും അങ്ങനെ കൂടെ കിട്ടാറില്ലേ, കുറവാണ്. അപ്പോൾ അതിലൊരു ചെറിയ വിഷമമുണ്ട്. എന്നാൽ അങ്ങനെ ഒരു റിലേഷൻ കണ്ടിന്യൂ ചെയ്യുന്നതിൽ ഒരു നല്ല ചെറിയ സുഖമുണ്ട് കേട്ടോ. അപ്പോൾ ഏട്ടൻ വിളിച്ച് വിഷൊക്കെ ചെയ്തതിന് ശേഷം ഞാൻ നേരെ നമ്മുടെ തൊട്ടടുത്തുള്ള അമ്പലത്തിലേക്ക് പോയിട്ടുണ്ട്, പുക്കേർത്ത് അമ്പലത്തിലേക്ക്. അപ്പോൾ എൻ്റെ ഏതൊരു സ്പെഷ്യൽ ഡേ ആയിക്കഴിഞ്ഞാലും എൻ്റെ ലൈഫിൽ നടക്കുന്ന എല്ലാ സ്പെഷ്യൽ ഡേയ്സിലും ഞാൻ ആദ്യം പോകുന്ന സ്ഥലം ഈ പുക്കേർത്ത് അമ്പലമാണ്. അതെനിക്ക് ചെറുപ്പം തൊട്ടേ അങ്ങനെയാണ്. അപ്പോൾ രാവിലെ ആയതുകൊണ്ട് തന്നെ വലിയ തിരക്കൊന്നും ഉണ്ടായിട്ടില്ല. ഞാൻ മോളെ കൂട്ടിയിട്ടില്ല കേട്ടോ. പെട്ടെന്ന് രാവിലെ വരുന്നതല്ലേ, അപ്പോൾ ഞാൻ വേഗം ഒന്ന് വന്ന് തൊഴുത് പോകാമെന്ന് എഴുതിയിട്ട് മോളെ കൂട്ടാതെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ തൊഴുത് പ്രാർത്ഥിച്ച് കുറച്ച് സമയം ഇവിടെ ഇരുന്നുവേ. അവിടെ ഇങ്ങനെ തൊഴുത് കുറച്ച് സമയം ഇരിക്കുമ്പോൾ തന്നെ നല്ലൊരു റിലാക്സാണ് മൈൻഡിനൊക്കെ കിട്ടുന്നത്. അങ്ങനെ പിന്നെ അമ്പലത്തിലൊക്കെ പോയി വന്നു, നേരെ ഫുഡൊക്കെ കഴിച്ച്. പിന്നെ എനിക്ക് കുറച്ച് പണി കൂടി ഉണ്ടായിരുന്നേ. ഇന്നത്തെ മെയിൻ പണി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാറിനെ ഒന്ന് കഴുകുന്നതാണ്. പോയ പൂച്ച സാറും ഏട്ടനും തമ്മിൽ അത്ര നല്ല രസത്തിലല്ല കേട്ടോ. കാരണം വണ്ടി നിർത്തി വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ കയറി കിടക്കലാണ് മെയിൻ, അതായത് വണ്ടിയുടെ അടിയിൽ കയറി കിടക്കലാണ് ഈ പൂച്ച സാറിൻ്റെ മെയിൻ പരിപാടി. ഏട്ടനാണെങ്കിൽ അത് തീരെ ഇഷ്ടമല്ല. അപ്പോൾ ഇതിനെ എപ്പോൾ കണ്ടു കഴിഞ്ഞാൽ അതിനെ ഓടിച്ചു വിടലാണ് മെയിൻ പരിപാടി. അപ്പോൾ ഇപ്പം റോഡ് സൈഡ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് പൊടിയാവും. അപ്പോൾ വണ്ടി കഴുകി വൃത്തിയാക്കി വെക്കുക എന്നുള്ളത് ഏട്ടന് ഭയങ്കര നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. ഏട്ടനാണ് വണ്ടി കഴുകാൻ നിൽക്കുന്നതെങ്കിൽ 1.5-2 മണിക്കൂറത്തേക്ക്, അതായത് ടാങ്കിൽ 2 തവണ ടാങ്കിൽ വെള്ളം നിറച്ച് വെച്ച് കഴിഞ്ഞാൽ ഏട്ടനത് മതിയാവില്ല. അത്രയും സൂക്ഷ്മമായിട്ടായിരിക്കും വണ്ടി കഴുകുക. ആദ്യം വണ്ടിയുടെ പുറം ഭാഗമെല്ലാം കഴുകി പിന്നെ വണ്ടിയുടെ അകത്ത് കയറി പൊടി തട്ടുക, ഇതൊക്കെയാണ് മെയിൻ പരിപാടിയെ. അന്നത്തെ ദിവസം നമുക്ക് എവിടെ പോകണമെങ്കിലും ആളെ കിട്ടൂല കേട്ടോ. കാരണം ഒരു 2-2.5 മണിക്കൂറത്തേക്ക് ആൾ ഫുൾ ബിസി ആയിരിക്കും. വണ്ടിയും ഏട്ടനും മാത്രമേ പിന്നെ ആ സ്ഥലത്ത് ഉണ്ടാവൂ. അപ്പോൾ ആ പണിയൊക്കെ തീർത്തതിന് ശേഷം ഒരു ഉച്ചയായപ്പോൾ ഞാനും മോളും കൂടിയിട്ടൊന്ന് കണ്ണൂരേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇന്നത്തെ ഡ്രൈവർ ഓൺ ഡ്യൂട്ടി നമ്മൾ ആഷിഫിന് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അമ്മ ഇന്ന് വന്നിട്ടില്ല കേട്ടോ. അമ്മക്ക് കുറച്ച് പണിയുള്ളതുകൊണ്ട് അമ്മ വരുന്നില്ല എന്ന് പറഞ്ഞു. ഇന്ന് അനുശ്രീ കൂടി വരുന്നുണ്ട്. അവൾ പിന്നെ എൻ്റെ ഒപ്പം എപ്പോഴും ഉണ്ടാവും കേട്ടോ. അപ്പോൾ അത് അനുശ്രീനെ കൂടി പോയിട്ട് പിക്ക് ചെയ്തിട്ടാണ് നമ്മൾ പോകുന്നത്. അനുശ്രീ ഇതാ വണ്ടി കയറിയതും ആസ് യൂഷ്വൽ മോളെ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ട് മോളടുത്ത് എന്തൊക്കെയോ ചോദിച്ച് വർത്തമാനം പറയുന്നുണ്ട്. ഇപ്പോൾ എന്നെ തീരെ മൈൻഡില്ലാന്നേ. പിന്നെ നമ്മൾ ഫസ്റ്റിൽ പോയത് ഫസ്റ്റ് ക്രൈയിലേക്കാണ്. മോൾക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ പോയത്. നമുക്ക് ഇവിടെ കയറി ചെന്ന് കഴിഞ്ഞാൽ ഒരു കുടക്കീഴിൽ മക്കൾക്ക് വേണ്ടുന്ന എല്ലാ സാധനങ്ങളും നമുക്ക് എന്ത് സാധനങ്ങളായിക്കോട്ടെ നമുക്ക് കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ മൂക്ക് കുറച്ച് സോളിഡ്സ് സ്റ്റാർട്ട് ചെയ്തതുകൊണ്ട് തന്നെ കുറച്ച് അതിനായിട്ട് റിലേറ്റ് ചെയ്ത പ്രോഡക്റ്റ്സ് വാങ്ങിക്കാനുണ്ടായിരുന്നു. പക്ഷെ അത് വാങ്ങിക്കാനാണ് പോയതെങ്കിലും എൻ്റെ കണ്ണ് ബാക്കിയുള്ള എല്ലാ സാധനത്തിലും തുടക്കിയിട്ടുണ്ട്. എന്തൊക്കെ സാധനങ്ങളാണെന്നേ കുഞ്ഞു മക്കൾക്ക് നമുക്ക് ഇതുവരെ അറിയുക പോലും ചെയ്യാത്ത സാധനങ്ങളൊക്കെയാണ് ഇവിടെ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഞാൻ മനസ്സിലായത് സംസാരിക്കുകയും ചെയ്തു. നമ്മളൊന്നും കുഞ്ഞായ സമയത്ത് ഇതുപോലത്തെ സാധനങ്ങളൊക്കെ ഉണ്ടോ എന്ന് തന്നെ അറിയില്ല. ഇപ്പോഴും അറിയില്ലേ. ഇപ്പം മോളൊക്കെ ആയതിനു ശേഷമാണ് ഞാൻ ഇങ്ങനത്തെ പല പ്രൊഡക്ട്സും ഉള്ള കാര്യം തന്നെ അറിയുന്നത്. ഇപ്പോഴത്തെ കുട്ടിക്ക് വേണ്ടിയിട്ട് പല പ്രൊഡക്ട്സും മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുണ്ട്. മക്കൾക്ക് വേണ്ടുന്ന ഹൈ ചെയേഴ്സ്, കാർ സീറ്റേഴ്സ്, തൊട്ടിലുകൾ, ഡയപ്പേഴ്സ്, ക്ലോത്ത് ഡയപ്പേഴ്സ്, അതുപോലെ ഡിസ്പോസിബിൾ ഡയപ്പേഴ്സ്, വെറ്റ് വൈപ്സ്, അങ്ങനെ എന്തൊക്കെയോ സാധനങ്ങൾ ഇവിടെ നമുക്ക് കിട്ടും കേട്ടോ. പിന്നെ ഇത് ഡയപ്പർ ബാഗാണ്. അപ്പോൾ എനിക്കൊന്ന് ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ സ്റ്റാഫിൻ്റെ അടുത്ത് ചോദിക്കുന്നതാണ്. ഈ സ്റ്റാഫാണ് എനിക്ക് ഓവറോൾ എനിക്ക് ഷോപ്പിങ്ങിൻ്റെ സമയത്ത് എല്ലാം പറഞ്ഞത് എന്നെ ഗൈഡ് ചെയ്തെന്നത്. രമ്യ എന്നാണ് ഈ സ്റ്റാഫിൻ്റെ പേര്. അപ്പോൾ നമ്മൾ സ്റ്റാഫിൻ്റെ കാര്യം പറയുവാണെങ്കിൽ ഞാൻ കുറേ ഫസ്റ്റ് ക്രൈൻ്റെ ഔട്ട്ലെറ്റ്സ് പോയിട്ടുണ്ട്. പക്ഷേ എസ് എൻ പാർക്കുള്ള ഷോപ്പിൽ ഭയങ്കര നല്ല കസ്റ്റമർ സർവീസാണ്. നമ്മൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോ കാര്യങ്ങളും നമ്മുടെ ഡൗട്ട് ക്ലിയർ ചെയ്ത് തന്നിട്ട് അവർ നമ്മൾ ഓരോ പ്രോഡക്റ്റ്സ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. കുഞ്ഞുമക്കൾക്കുള്ള ബാഗ്സ്, എന്ത് ക്യൂട്ടായിട്ടുള്ള ബാഗ്സും, അതായത് ബോയ്സിന് വേറെ ഗേൾസിന് വേറെ ആയിട്ട് അവർ ഡിസൈൻ ചെയ്തിട്ടുള്ള ബാഗ്സും കാര്യങ്ങളൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ ഫീഡിങ് പില്ലോസ്, പിന്നെ ടോയ്സിൻ്റെ ഒരു വെറൈറ്റി കളക്ഷൻസ് തന്നെ ഉണ്ട്. ഞാൻ മൂക്ക് വേണ്ടിയിട്ടും കുറച്ച് ടോയ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു സെക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ വാവകൾക്കുള്ള പൗഡേഴ്സ്, ഫേഷ്യൽ ക്രീംസ്, മോയ്സ്ചറൈസേഴ്സ്, ബോഡി ലോഷൻസ്, ബേബി മസാജിങ് ഓയിൽസ്, ഇങ്ങനെയൊക്കെയാണ് വരുന്നത്. പിന്നെ താഴത്തെ ഫ്ലോറിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുള്ള് ഡ്രസ്സസിൻ്റെയും അതുപോലെ ചപ്പൽസിൻ്റെയൊക്കെ കളക്ഷൻസ് ആണ്. ബോയ്സിനും ഗേൾസിനുമായിട്ട് സെപ്പറേറ്റ് ക്യൂട്ടായിട്ടുള്ള ഡ്രസ്സസ് ഇവിടെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ കോംബോ ഡ്രസ്സസ് ഉണ്ട്. പിന്നെ ഇവിടെ ഡ്രസ്സസിനും ചപ്പൽസിനും ഒഴികെ ബാക്കി എല്ലാ പ്രൊഡക്ട്സിനും ഡിസ്കൗണ്ട്സും അവൈലബിൾ ആണ്. നല്ല രീതിയിലുള്ള ഡിസ്കൗണ്ട് കിട്ടും. പിന്നെ നിങ്ങളിവിടെ ഈ ഫസ്റ്റ് ക്രൈയിലെ മെമ്പർ കൂടിയാണെങ്കിൽ ഈ ഒരു ഡിസ്കൗണ്ടിന് പുറമേ തന്നെ നിങ്ങൾക്ക് നല്ല ഡിസ്കൗണ്ട് അവൈലബിൾ ആണ്. അപ്പോൾ ആർക്കെങ്കിലും കുഞ്ഞാവൾക്ക് ഡ്രസ്സ് വാങ്ങിക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ഒന്ന് എസ് എൻ പാർക്കുള്ള
ഫസ്റ്റ് ട്രയൽ ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കണേ. പിന്നെ അവിടെ നിന്ന് നമ്മൾ ഇറങ്ങിയ ശേഷം നേരെ പോയത് ഒന്ന് LIC ഓഫീസിലേക്ക് പോകാനുണ്ടായിരുന്നു. ഏട്ടൻ്റെ കുറച്ച് LICയുടെ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കാനുണ്ട്. അതിനുകൊണ്ട് നമ്മൾ നേരെ LIC ഓഫീസിലേക്കാണ് പോയത്. അത് കഴിഞ്ഞിട്ട് പിന്നെ മുത്തൂട്ടിലേക്കാണ് പോയത്. ഞാൻ അന്നും മുത്തൂട്ടിൽ കുറച്ച് പേയ്മെൻറ്റിന് പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഇവിടെ കുറച്ച് NOCയുടെ ആപ്ലിക്കേഷനൊക്കെ കൊടുക്കാനുണ്ടായതുകൊണ്ട് നേരെ മുത്തൂട്ടിലേക്ക് വന്നിട്ടുണ്ട്. അവിടെ കുറച്ച് സമയം നമ്മൾ പോസ്റ്റ് ചെയ്ത് നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. മോൾ അനുശ്രീൻ്റെ കയ്യിലാണ് ഉണ്ടായത്. ആഷിഫ് നേരെ കാറ് താഴെ വെച്ചിട്ട് അവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടായത്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ശരിയാക്കിയതിന് ശേഷം നേരെ തിരിച്ചു പോയി കേട്ടോ. തിരിച്ച് വരുവാണെങ്കിൽ ആഷിഫ് നല്ല രീതിയിൽ പോസ്റ്റ് അടിച്ചിരിക്കുന്നുണ്ട്. നമ്മളടുത്ത് പെട്ടെന്ന് വരണം എന്ന് പറഞ്ഞിട്ട് പോയതാണ്. പക്ഷേ അവിടുത്തെ തിരക്ക് കൊണ്ട് കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. പിന്നെ നമ്മളിതാ കാൽടെക്സ് വഴിയാണ് വന്നത്. അപ്പോൾ കാൽടെക്സിൽ നല്ല ട്രാഫിക്കായിട്ട് അവിടെ കുറച്ച് ബ്ലോക്കായിട്ട് നിന്നു. അപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത് നമ്മുടെ GTECൻ്റെ തൊട്ടടുത്തായിട്ട് വാവകളുടെ ബേബി സോയ എന്ന് പറഞ്ഞൊരു ഷോപ്പ് കൂടി ഇനോഗ്രേറ്റ് ചെയ്യാൻ പോകുന്നുണ്ടെന്ന് തോന്നുന്നു. അതിൻ്റെ പണികളൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ നമ്മളൊന്ന് ഷെയ്ക്ക് കുടിച്ചാലോ എന്ന് എഴുതിയിട്ട് നേരെ ഷെയ്ക്ക് കുടിക്കാൻ വന്നിട്ടുണ്ട്. അനുശ്രീക്ക് കോക്ടെയിൽ താല്പര്യമില്ലാത്തത് കൊണ്ട് അനുശ്രീ ഒരു ഓറഞ്ച് ജ്യൂസാണ് വാങ്ങിച്ചത്. ഞാനും ആഷിഫും നല്ല കോക്ടെയിൽ ഷേക്ക് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ഇരുന്നിട്ട് ഇത് കുടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ഥിതിയില്ല. കാരണം ട്രാഫിക് ഉണ്ട്. പിന്നെ പാർക്കിംഗ് അവിടെ അവൈലബിൾ അല്ലാത്തത് കൊണ്ട് നമ്മൾ കാറിൽ നിന്ന് കുടിച്ചുകൊണ്ടേ വന്നു. പിന്നെ നേരെ പോയിട്ടുണ്ടായത് ഒന്ന് ചൈനീസ് മേളയിലാണ്, പ്ലാസയ്ക്കുള്ള. അവിടെ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെ ഒരു സ്വഭാവമാണല്ലോ, എന്ത് സാധനമാണോ വാങ്ങിക്കാൻ പോയത് അതല്ലാതെ മറ്റു സാധനങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കുന്നത്. അതുപോലെ ഞാൻ ഒന്ന് നോക്കി നടന്നു. പിന്നെ നേരെ ബാങ്ക് റോഡിൻ്റെ ബാക്കിലുള്ള ഫാൻസിയിലേക്ക് പോയിട്ടുണ്ട്. അവിടെ നിറയെ ഫാൻസിയാണ്, ഏതിൽ പോകണം എന്നുള്ള കൺഫ്യൂഷനാണ്. അതുകൂടി കഴിഞ്ഞ ശേഷം പിന്നെ നമുക്ക് വേറെ പണിയും കാര്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് നേരെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോഴേക്ക് തന്നെ ഒരു 5 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നല്ല ട്രാഫിക് ആയിട്ടുണ്ടായിരുന്നു. പതിയെയാണ് വണ്ടിയൊക്കെ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ മോളെ എടുത്തിരുന്നതുകൊണ്ട് അനുശ്രീ ബാക്ക് സീറ്റിലാണ് ഇരുന്നത്. എനിക്ക് ബാക്ക് സീറ്റിൽ ഇരുന്ന് കഴിഞ്ഞാൽ വൊമിറ്റിങ്ങിൻ്റെ പ്രശ്നം വരുന്നത് കൊണ്ട് ഞാൻ ഫ്രണ്ട് സീറ്റിലാണ് ഇരുന്നിട്ടുണ്ടായത്. പിന്നെ വേറെ പണിയൊന്നും ഇല്ലല്ലോ, നേരെ വീട്ടിലേക്ക് വിട്ടു. അപ്പോൾ അനുശ്രീനെ കൂടി വീട്ടിലിറക്കിയിട്ട് വേണം നമുക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അനുശ്രീ മോളെടുത്ത് ടാറ്റാ ബൈ ബൈ എല്ലാം പറയുന്നുണ്ട്. മോളെടുത്ത് നിന്ന് പോകാൻ വേണ്ടിയിട്ട് അനുശ്രീക്ക് തീരെ മനസ്സില്ല. പക്ഷെ പോയല്ലേ പറ്റൂ. അപ്പോൾ ഇനി പുറത്ത് പോകുമ്പം കാണാൻ ഒരുമിച്ച് വരാമെന്നെല്ലാം പറഞ്ഞിട്ടാണ് പോകുന്നത്. അങ്ങനെ അനുശ്രീനെ ഇറക്കിയിട്ടതാ പിന്നെ നമ്മൾ നേരെ എൻ്റെ വീട്ടിലേക്ക് വന്ന്. അനുശ്രീൻ്റെ വീട്ടിൽ നിന്ന് ഒരു 5 മിനിറ്റ് മാത്രമേ എൻ്റെ അടുത്തേക്ക് ഉള്ളൂ. അത് കഴിഞ്ഞിരിക്കുമ്പോൾ അച്ഛൻ ഓൾറെഡി പണി കഴിഞ്ഞിട്ട് വരുമ്പം കേക്ക് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ആനിവേഴ്സറി സ്പെഷ്യൽ കേക്ക്. ഈ ആനിവേഴ്സറി ആയിട്ട് ഒറ്റയ്ക്ക് കേക്ക് കട്ട് ചെയ്യുക എന്ന് പറയുന്നത് അത്ര വലിയ രസമുള്ള പരിപാടിയൊന്നുമില്ല. പിന്നെ ഞാനും മോളും അച്ഛനും അമ്മയും കൂടിയിട്ട് കേക്കൊന്നങ്ങ് കട്ട് ചെയ്തു. അപ്പോൾ ഏട്ടനെ വിളിക്കാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ റേഞ്ച് ഇഷ്യൂ കൊണ്ട് നെറ്റ് കിട്ടുന്നുണ്ടായിട്ടില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ. താങ്ക് യു, ബൈ.